Morning students. Today we are going to discuss the character functions. Character functions ne kurichittana nammal inne class edukkunnathu. Different functions ne kurichittu teacher discuss cheyunnu. Adile ettu aayitha function aanu is upper. Endana is upper function? Is upper function ഉപയോഗിക്കുന്നത് ഒരു character upper case ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ സിന്റാക്സ് ആണ് ടീച്ചർ താഴെ കൊടുത്തിരിക്കുന്നത്. int is upper റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ char c, അതായത് char c എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റ് അപ്പർ കേസിലാണോ അല്ലേ എന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പർ കേസിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 എന്ന് റിട്ടേൺ ചെയ്യുന്നു. അതിനാണ് ഇവിടെ ഇൻറ്റീജർ റിട്ടേൺ ടൈപ്പ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ആ ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ അല്ലെങ്കിൽ 0 എന്ന് നമുക്ക് ഡിസ്പ്ലേ കിട്ടും. എക്സാമ്പിൾ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. char c ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്ററിൽ a എന്ന് കൊടുത്തു. ഇനി മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു int n എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു ഈസ് അപ്പർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ c എന്ന് കൊടുത്തു. So in this case it will display 1 and 1 is stored in the variable n. 1 എന്ന് പറയുന്ന വാല്യൂ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. എന്തുകൊണ്ട്? c എന്ന് പറയുന്ന ആ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫംഗ്ഷനാണ് ഈസ് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഈസ് ലോവർ ഫംഗ്ഷൻ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈസ് ലോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ നോട്ട്. ലോവർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്ററിലാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് കൊടുത്തിരിക്കുന്നുണ്ട് ടീച്ചറെ. ഇൻറ്റ് ഈസ് ലോവർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ char c. സോ ഇറ്റ് റിട്ടേൺസ് 1 വെൻ ക്യാരക്ടർ ഈസ് ലോവർ കേസ് ഓർ 0. എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് char ch ഈക്വൽ ടു സ്മോൾ ലെറ്ററിൽ x കൊടുത്തിരിക്കുന്നു. ഇൻറ്റ് n ഈക്വൽ ടു ഈസ് ലോവർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ch കൊടുത്തിരിക്കുന്നത്. അതായത് chiൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വേരിയബിൾ സ്മോൾ ലെറ്ററിലാണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് 1 ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ വേരിയബിൾ n. n എന്ന് പറയുന്ന വേരിയബിളിൽ എക്സ് എന്ന് പറയുന്ന ആൽഫബറ്റ് സ്മോൾ ലെറ്റർ ആണെങ്കിൽ n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് റിട്ടേൺ ചെയ്യുന്നു? 1 റിട്ടേൺ ചെയ്യുന്നു. സോ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഇൻസൈഡ് ദ ഫംഗ്ഷൻ, റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഇൻസൈഡ് ദ ഫംഗ്ഷൻ ആ വേരിയബിളിൽ സ്മോൾ ലെറ്റർ ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്മോൾ ലെറ്ററിലാണെങ്കിൽ മാത്രമേ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്തായി മാറുകയുള്ളൂ? 1 ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്ത ഫംഗ്ഷനാണ് ഈസ് ആൽഫ. ഈസ് ആൽഫ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഗിവൺ ക്യാരക്ടർ ആൽഫബറ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൽഫബറ്റ് ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് 1 അല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ 0. അതിൻ്റെ സിൻടാക്സ് കൊടുത്തിരിക്കുന്നു ഇൻറ്റ് ഈസ് ആൽഫ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് കൊടുത്തു? char c. സോ char c എന്ന് പറയുന്ന വേരിയബിളിൽ ഞാനിപ്പോൾ ഒരു ആൽഫബറ്റ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് ആൽഫബറ്റ് ആണെങ്കിൽ നമുക്ക് n എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് റിട്ടേൺ ചെയ്യുന്നു? 1 റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഈസ് ആൽഫ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 3 എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക? 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. സോ സി ഔട്ട് n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 0. ഇപ്പോൾ അനദർ കേസിലാണെങ്കിൽ ഈസ് ആൽഫ എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു ആൽഫബറ്റ് ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് വാട്ട്? ഇറ്റ് വിൽ റിട്ടേൺസ് 1. അപ്പോൾ മൂന്നാമത്തെ ഫംഗ്ഷൻ പഠിച്ചു ഈസ് ആൽഫ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഫംഗ്ഷൻ ഏതായിരുന്നു? ഈസ് അപ്പർ to check whether the given character is uppercase or not. Is lower to check whether the given character is lowercase or not. And third one is alpha to check whether the given character is alphabet or not. ഇനി നാലാമത്തെ ഒരു ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ്. അതിൻ്റെ പേരാണ് ഇതെന്ന് പറയുന്നത് ഈസ് ഡിജിറ്റ്. ടു ചെക്ക്
whether the given character is digit or not. int is digit char റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ സി വാരിയബിൾ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈസ് ഡിജിറ്റ് എന്ന് കഴിഞ്ഞിട്ട് റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 3 എന്നുള്ള വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ എനിക്ക് എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നു? എന്നിൽ 1 എന്നുള്ള വാല്യൂ എനിക്ക് വരും. സോ ദിസ് ഫങ്ഷൻ ഈസ് യൂസ്ഡ് to check whether the given character is digit or not. If it is digit, it will returns 1, otherwise it will returns 0. അടുത്ത ഫംഗ്ഷൻ ആണ് ഈസ് ആൽനം. ഈസ് ആൽനം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ക്യാരക്ടർ ആൽഫബറ്റ് ആണോ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫബറ്റ് ആണെങ്കിലും നമ്പർ ആണെങ്കിലും ഇറ്റ് വിൽ റിട്ടേൺസ് എന്ത് റിട്ടേൺ ചെയ്യുന്നു? 1 എന്ന് റിട്ടേൺ ചെയ്യുന്നു. അല്ലാത്ത കേസുകളിൽ ഇറ്റ് വിൽ റിട്ടേൺസ് 0. ഇവിടെ എക്സാമ്പിൾ ടീച്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് കൊടുത്തിരിക്കുന്നത്? ഇൻറ്റ് n ഡിക്ലെയർ ചെയ്തു. n ഈക്വൽ ടു ഈസ് ആൽനം റൗണ്ട് ബ്രാക്കറ്റിനുള്ളിൽ 3 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമ്പർ ആയതുകൊണ്ട് ഇവിടെ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു? 1 എന്ന് പറയുന്ന വാല്യൂ റിട്ടേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു ആൽഫബറ്റാണ് കൊടുത്തിരുന്നെങ്കിലും ഇവിടെ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യും? 1 എന്ന് പറയുന്ന ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും. ഇനി ഇതൊന്നുമല്ല, ഇനിയിപ്പോൾ ആ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ഹൈഫണ്ണോ അണ്ടർസ്കോർന്നാണോ ഇടുന്നതെങ്കിൽ ഇവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യും? 0 എന്നുള്ള വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ദിസ് ഫങ്ഷൻ എന്താണ്? ഈ ഫംഗ്ഷൻ്റെ പേര് ഈസ് ആൽനം. ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ഇനി മറ്റ് 2 ഫങ്ഷൻസുകളാണ് ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ടു അപ്പർ, ആ പേരിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ടു അപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റിനെ എനിക്ക് അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ടു അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. അവിടെ സിൻറ്റാക്സ് ശ്രദ്ധിക്കുക. ക്യാർ ടു അപ്പർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാർ സി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ക്യാർ സി എന്ന് പറയുന്നതിൽ ഇപ്പോൾ ഞാനൊരു സ്മോൾ ലെറ്ററിലുള്ള ഒരു ആൽഫബറ്റാണ് അസൈൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് അതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇത്രേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്യാർ സി ഈക്വൽ ടു ടു അപ്പർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്മോൾ ലെറ്ററിൽ എ കൊടുക്കാം. സോ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും? സ്മോൾ ലെറ്ററിലുള്ള എനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു? ക്യാപിറ്റൽ ലെറ്റർ എയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ തരിക. ഇനി എനിക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഞാനിവിടെ ഒരു ടൈപ്പ് കൺവേർഷൻ ചെയ്തിട്ട് അപ്പുറത്ത് ക്യാരക്ടർ എന്ന് ഇടണം. എന്നെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുകയുള്ളൂ? ക്യാപിറ്റൽ ലെറ്ററിൽ എ എന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺസ് ദി ASCII കോഡായിരിക്കും റിട്ടേൺ ചെയ്യാം. ടീച്ചർ അതിൻ്റെ എക്സാമ്പിളുകൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇടാം. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ഒരു ഗിവൺ ക്യാരക്ടറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടാവും ഒരു ആൽഫബറ്റ്. അതിനെ എനിക്കിപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻറ്റാക്സ് ശ്രദ്ധിക്കുക. ക്യാർ ടു ലോവർ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാർ സി. അതായത് ഏത് ആൽഫബറ്റിനെയാണോ ഞാൻ എനിക്ക് ലോവർ കേസിലേക്ക് എഴുതേണ്ടത് അതിന് ഞാൻ സിംഗിൾ കോട്ട്സിൽ എന്തിട്ടാൽ മതി? എ എന്ന് ഇട്ടാൽ മതി. സോ ഇറ്റ് വിൽ കൺവേർട്ട്സ് ഇറ്റ് ടു ലോവർ കേസ്. സോ ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് റിലേറ്റഡ് ടു ദ ക്യാരക്ടർ, സിംഗിൾ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് ഫങ്ഷൻസുകളാണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പ്രാക്ടീസ് പ്രോബ്ലംസുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത് ഫങ്ഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഫങ്ഷൻസുകൾ 2 ടൈപ്പ് ഉണ്ടെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസും. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസുകളാണ് പഠിച്ചത്. ഏറ്റവും ആദ്യം നമ്മൾ കൺസോൾ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് പഠിച്ചു. അതിനുശേഷം സ്ട്രിങ്ങിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസ് പഠിച്ചു. ദെൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് പഠിച്ചു. ഇപ്പോൾ ക്യാരക്ടറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസ് പഠിച്ചു. സോ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ.